നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഏതാണ്? ടിഷ്യൂ കൾച്ചർ. എന്താണ് ടിഷ്യൂ കൾച്ചർ? എന്താണ്? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം കോശത്തിൽ നിന്നോ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് എന്ത്? ടിഷ്യൂ കൾച്ചർ എന്നുള്ളത്. എന്താണ്? ഒരു സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് ഒരു ടിഷ്യൂവിൽ നിന്നോ, എന്താണ് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ആണ് അല്ലെ? ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കൂടി നിൽക്കുന്ന സെല്ലുകളുടെ കൂട്ടത്തെ പറയുന്ന പേര്, സെല്ലുകളുടെ കൂട്ടത്തെ പറയുന്ന പേരാണ് എന്ത്? ടിഷ്യൂ എന്നത്. എന്താണ്? ഒന്നുകിൽ സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ ടിഷ്യൂ നിന്നോ എന്താണ് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് എന്ത്? ടിഷ്യൂ കൾച്ചർ എന്നുള്ളത്. നിങ്ങൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാല് എന്താണ്? എക്സാമ്പിൾ ഓഫ് എന്താണ് ടിഷ്യൂ കൾച്ചർ എന്നുള്ളത്. ടിഷ്യൂ കൾച്ചറിന്റെ എക്സാമ്പിൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം മക്കളെ. എന്താണ്? വാഴ, പ്ലാന്റെയിൻ, പിന്നെന്താണ് കുരുമുളക്, പെപ്പർ, ഏലം, കാർഡമം, then പൈനാപ്പിൾ. പൈനാപ്പിളിന് എന്താ പറയാ? പൈനാപ്പിൾ തന്നെയാണ് അല്ലെ? വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ അല്ലെ? ക്ലിയർ ഇല്ല? ഇത്രയും കാര്യങ്ങൾ എന്താണ് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ടിഷ്യൂ കൾച്ചർ എന്താണ്, അതിന്റെ എക്സാമ്പിൾ എന്താണ് എന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? സജ്ന, വിഷ്ണു അല്ല കേട്ടോ, എന്റെ പേര് ജിഷ്ണു എന്നാണ് മക്കളെ. ആർക്കെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ 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 ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മക്കളെ. എന്ത്? പയറുവർഗ സസ്യങ്ങൾ അഥവാ ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. മക്കളെ, ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഞാൻ നിങ്ങൾക്ക് പറയാം. മക്കളെ, പ്ലാന്റ്സുകൾക്ക്, സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള മൂലകം ഏതാടാ? നമ്മുടെ സസ്യങ്ങൾക്ക് കമന്റ് ചെയ്തേ, എല്ലാരും കമന്റ് ചെയ്തേ. സസ്യങ്ങൾക്ക് വളരാൻ, ഇപ്പോ നമ്മള് എന്താണ് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, മന്തിയും ഷവർമയും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ വളരുന്നുണ്ടല്ലോ. അതേപോലെ പ്ലാന്റ്സുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാണ്? വെരി ഗുഡ് വെരി ഗുഡ്. കമന്റുകൾ നിറഞ്ഞില്ല ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അല്ലെ? ഏതാണ്? നൈട്രജൻ ആണ് അല്ലെ? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകമാണ് എന്ത്? നൈട്രജൻ. പക്ഷേ അന്തരീക്ഷത്തിലെ നൈട്രജന്, അറ്റ്മോസ്ഫറിക് നൈട്രജന് എന്താണ് സസ്യങ്ങൾക്ക് നേരിട്ട് വലിച്ചെടുക്കാനുള്ള കഴിവില്ല. ഇല്ലല്ലോ, സസ്യങ്ങൾക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് വലിച്ചെടുക്കുക? എങ്ങനെയാണ്? സസ്യങ്ങള് നൈട്രജനെ എന്താക്കി മാറ്റുന്നു? നൈട്രേറ്റ് ആക്കി മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുക? നൈട്രേറ്റിനെയാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുക. എങ്ങനെയാണ് മക്കളെ നൈട്രജൻ നൈട്രേറ്റ് ആയിട്ട് മാറുന്നത്? എങ്ങനെയാണ് നൈട്രജൻ നൈട്രേറ്റ് ആയിട്ട് മാറുന്നത്? എന്താണ്? അന്തരീക്ഷത്തില് മഴ പെയ്യുന്ന സമയത്ത് അല്ലെ? മഴ പെയ്യുന്ന സമയത്തൊക്കെ എന്താണ് ഈ നൈട്രജൻ ജലവുമായി കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറും? നൈട്രേറ്റ് ആയിട്ട് മാറും. എന്താണ്? നൈട്രജൻ ജലവുമായിട്ട് കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറും? നൈട്രേറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? നൈട്രേറ്റ് ആയിട്ട് മാറിയിട്ട് നേരെ മണ്ണിലേക്ക് വരും. ആ നൈട്രേറ്റ് ലവണത്തെയാണ് ആര് വലിച്ചെടുക്കുക? സസ്യങ്ങള് വേരുകൾ വഴി വലിച്ചെടുക്കുക. എന്നാൽ 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 ചില സസ്യങ്ങൾക്ക് എന്താണ്? ചില സസ്യങ്ങൾക്ക് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കാനുള്ള, അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ലെ? ആ കഴിവുള്ള സസ്യങ്ങളെ പറയുന്ന പേരാണെന്ത്? പയറുവർഗ സസ്യങ്ങൾ അഥവാ ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാലും. അത്തരം സസ്യങ്ങളുടെ ഡയറക്റ്റ് വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യങ്ങളുടെ വേരുകളിൽ എന്തുണ്ട്? സസ്യങ്ങൾ എന്തുണ്ട്? ഡയറക്റ്റ് നൈട്രജനെ വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യങ്ങളുടെ വേരുകളിൽ എന്തുണ്ട്? എന്ത് ബാക്ടീരിയ ഉണ്ട്? പറ 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 പറ. എന്ത് ബാക്ടീരിയ? ബാക്ടീരിയ ആണെന്ന് മനസ്സിലായി. എന്താണ്? യെസ്, വെരി ഗുഡ്. ഗാലക്സി M21, വെരി ഗുഡ്. എന്താണ്? എന്താണ്? യെസ്, വെരി ഗുഡ്. എന്താണ്? റൈസോബിയം ബാക്ടീരിയകൾ ഉണ്ട് അല്ലെ? എന്താണ്? അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യങ്ങളുടെ വേരുകളിൽ എന്തുണ്ട്? റൈസോബിയം ബാക്ടീരിയകൾ ഉണ്ട്. എന്താണ്? റൈസോബിയം ബാക്ടീരിയകൾ ഉണ്ട്. ഈ റൈസോബിയം ബാക്ടീരിയകൾ ഉള്ള പ്ലാന്റ്സുകളാണ് ഏതൊക്കെ മക്കളെ? ഏതൊക്കെയാണ്? ഒന്ന് എന്താണ്? കൊഴിഞ്ഞിൽ. എന്താണ്? കൊഴിഞ്ഞിൽ. മറ്റൊന്നാണ് എന്ത്? ഇതെന്താ മക്കളെ ഈ കറുത്തത്? ഈ കറുപ്പ് എന്താണ്? ഒന്ന് പറഞ്ഞേ. ഈ കറുത്തത് എന്തായിരിക്കും?
ഈ കറുത്തത് എന്താണ്? കറുത്തത് ഈ കറുപ്പ് എന്താണ്? റൈസോബിയം അല്ല 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 ഈ കറുപ്പാണ് എന്ത്? ഗ്രാം എന്ന് പറയുന്നത്. എന്താണ്? ബ്ലാക്ക് ഗ്രാം എന്ന് പറയുന്നത്, അഥവാ ഉഴുന്ന് എന്ന് മലയാളത്തിൽ പറയും. എന്താണ്? ഉഴുന്ന്, അല്ലേ? അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഉഴുന്ന് എന്ന് പറയുന്നത് വെള്ള കളർ അല്ലേ എന്നുള്ളത്. മക്കളെ, ഉഴുന്നിന്റെ കളർ എന്ന് പറയുന്നത് കറുപ്പാണ്. പക്ഷെ ഈ ഉഴുന്നിന്റെ ഈ കറുപ്പ് പൊതി ഉണ്ടല്ലോ, ഈ കവർ, ഇത് പൊളിച്ചാലാണ് എന്ത്? വെള്ളയായിട്ട് നമുക്ക് ഉഴുന്ന് കിട്ടുക, അല്ലെ? ഉഴുന്നൊക്കെ ആട്ടിയിട്ട് നമ്മൾ ദോശ, ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ തിന്നാറില്ലേ? അതെന്താണ്? അതാണ് എന്ത്? അത് എന്തിന് എക്സാമ്പിൾ ആണ്? ലെഗുമിനസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ്. അടുത്തതാണ് എന്ത്? പയർ. എന്താണ്? അടുത്ത മെയിൻ എക്സാമ്പിൾ ആണ് പയർ. മറ്റേ വേറൊരു എക്സാമ്പിൾ ആണ് എന്ത്? ടച്ച് മീ നോട്ട്, തൊട്ടാവാടി. ടച്ച് മീ നോട്ട്, തൊട്ടാവാടി. അതേപോലെ മറ്റൊന്നാണ് എന്ത്? ഗ്രാം. എന്താണ്? ഹോഴ്സ് ഗ്രാം. എന്താണ്? മുതിര. കേട്ടിട്ടില്ലേ? മുതിര കഴിച്ചാൽ കുതിരയുടെ ശക്തി കിട്ടുമെന്നാണ് പറയാ, അല്ലെ? അതുകൊണ്ട് തന്നെ എന്താണ്? മുതിര, അല്ലെ? യെസ്, മുതിര, ഹോഴ്സ് ഗ്രാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ്? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് തീയിട്ടേടാ. മനസ്സിലായെങ്കിൽ ഒന്ന് തീയിട്ട്. മനസ്സിലായെങ്കിൽ തീയിട്ടോ. തീ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേടാ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. സ്പീഡാക്ക്. ആൻസർ പോരട്ടെ. തീ നിക്കട്ടെ. ആൻസർ പോരട്ടെ. ആൻസർ എന്താണ്? വെരി ഗുഡ്, അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങള് അതേപോലെ നമ്മുടെ USS എക്സാമിനായിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലെ? എന്താണ് ചോദിച്ചിട്ടുള്ളത്? പയറ് ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയുടെ പേരെന്താണെന്നുള്ളത് ഓപ്ഷൻ നോക്കേ വേണ്ട. സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ ഒക്കെ കണ്ടാലെന്ന് നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലെ? നമുക്ക് ഓപ്ഷൻ കാണേ വേണ്ട. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യേണ്ട കാര്യമാണ് എന്ത്? റൈസോബിയം ബാക്ടീരിയ. വെരി ഗുഡ്. ഓക്കെ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് ചെയ്തേടാ. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തേ. ഏതാണ്? വെരി ഗുഡ്. പോരട്ടെ. യെസ്, നൈട്രജൻ, അല്ലെ? എന്താണ് ചോദിച്ചിട്ടുള്ളത്? അല്ലെ? ഇരപിടിയൻ സസ്യങ്ങൾ പ്രാണികളിൽ നിന്ന്, ഇൻസെക്റ്റുകളിൽ നിന്ന് എന്താണ് ലഭിക്കുന്ന മൂലകം, എലമെന്റ് ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നൈട്രജൻ. സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള മൂലകം ഏതെന്ന് നമ്മൾ പറഞ്ഞു? നൈട്രജൻ, അല്ലെ? അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? യെസ്, വെരി ഗുഡ്. ഓക്കെ. എന്നാൽ നമ്മുടെ അടുത്ത ടോപ്പിക്, അല്ലെ? നമ്മുടെ അടുത്ത ടോപ്പിക് ആണ് എന്ത്? അന്നപദത്തിലൂടെ എന്നുള്ളത്. ഏതാണ്? അന്നപദത്തിലൂടെ, അല്ലെ? നമ്മുടെ ഫസ്റ്റത്തെ ഒരു ചാപ്റ്റർ മക്കളെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് വൺ എന്താണ്? ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ലല്ലോ. സ്പീഡ് കൂടുന്നൊന്നുമില്ലല്ലോ. സ്പീഡ് കുറയ്ക്കണോ? ആരാണത്? അൻഷു, ഐ ലവ് യു എന്നാ. അൻഷുവിനൊന്നും ഐ ലവ് യു കൊടുക്കണ്ട, എനിക്ക് തന്നാളെ ഐ ലവ് യു ടു. ഓക്കെ. ആരാണത്? കുറച്ച് സ്പീഡ് കൂടുണ്ടോ? സ്പീഡ് ഉണ്ട്. സ്പീഡ് കുറയ്ക്കണോ? വേണ്ട. ഓക്കെ. നമ്മുടെ അടുത്ത ടോപ്പിക് ആണ് എന്ത്? ഫോട്ടോസിന്തസിസ് എന്നുള്ളത്. ഫോട്ടോസിന്തസിസ് എന്താണ്? പ്രകാശ സംശ്ലേഷണം. ചെറുപ്പത്തിൽ ക്ലാസ്സുകളിൽ തന്നെ എന്താണ് നമ്മളിത് 4ലും 5ലും 6ലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മളെ ടീച്ചർമാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സാധനമാണ് എന്ത്? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്നുള്ളത്. എന്താണ്? നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സുകൾ അഥവാ ഹരിത സസ്യങ്ങൾ എന്താണ്? ജലം, ലവണം, കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ വലിച്ചെടുത്തിട്ട് സൺലൈറ്റിന്റെ, സൂര്യപ്രകാശത്തിന്റെ പ്രസൻസില് ഭക്ഷണം പാകം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്, അല്ലെ മക്കളെ? എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ? എന്താണ്?
ഹരിത സസ്യങ്ങള് ജലം, ലവണം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ വലിച്ചെടുത്തിട്ട് സൺലൈറ്റിന്റെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്, അല്ലെ? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. എങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോട്ട് ചെയ്ത് മസ്റ്റ് ആയിട്ടും 100% എന്താണ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക് ആണ്. മസ്റ്റ് ആയിട്ട് മക്കളെ ഒരു കാരണവശാലും ഇത് സ്കിപ്പ് ചെയ്ത് പോവരുത്. എന്തായാലും നിങ്ങൾക്ക് ചോദ്യം വരുന്ന ഒരു ടോപ്പിക് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഓട്ടോട്രോപ്സ് അഥവാ സ്വപോഷികൾ. എന്താണ് മക്കളെ ഓട്ടോട്രോപ്സ് അഥവാ സ്വപോഷികൾ എന്ന് പറഞ്ഞാല്? സ്വപോഷികൾ സ്വന്തമായിട്ട് പോഷണം ഉണ്ടാക്കുന്ന ആളുകൾ, സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ, അല്ലെ? സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളെ, ഭക്ഷണം ഉണ്ടാക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണെന്ത്? സ്വപോഷികൾ അഥവാ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. എന്താണ്? സ്വന്തമായിട്ട്, അല്ലെ? അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സ്വപോഷികൾ എന്ന് കേട്ടുമ്പോ തന്നെ നമുക്ക് എന്താണ് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ, അല്ലെ? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളെ പറയുന്ന പേരാണെന്ത്? സ്വപോഷികൾ അഥവാ ഓട്ടോട്രോപ്സ്, അല്ലെ? ഓട്ടോമാറ്റിക് എന്താണ് ഫുഡ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരാണെന്ത്? സ്വപോഷികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എടാ അൻഷയ്ക്ക് ഒന്ന് ഐ ലവ് യു കൊടുക്കാതെ എനിക്ക് ഐ ലവ് യു താടാ. ആരെങ്കിലും ഒരാൾ എന്നെ ഒന്ന് ഐ ലവ് യു താടാ. മദാർ ഉച്ചിഹ, അതാരാണ് ഈ മദാർ ഉച്ചിഹ? ഒരുപാട് ഐ ലവ് യു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ, യെസ്, ഐ ലവ് യു സാർ. യെസ്, നിവേദേ, ഐ ലവ് യു ടു. ഐ ലവ് യു ടു. സ്പീഡ് ഉണ്ടോ? ഐ ലവ് യു. ഓക്കെ, സ്പീഡ് കുറയ്ക്കാം. ഷോ, പോടന്ന്. അല്ല, ഇത്ര ഐ ലവ് യു ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും മക്കളെ എന്താണ് ഓട്ടോട്രോപ്സ് നമ്മൾ പറഞ്ഞു. സ്പീഡ് കുറയ്ക്കാം, അല്ലെ? സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് കുറയ്ക്കാം. അടുത്തതാണ് എന്ത്? ഹെട്രോട്രോപ്സ് അഥവാ എന്ത്? പരപോഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെട്രോട്രോപ്സ് അഥവാ പരപോഷികൾ എന്താണ്? ഭക്ഷണത്തിനായിട്ട് മറ്റുള്ള പ്ലാന്റ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന സസ്യങ്ങൾ. അതായത് ഭക്ഷണത്തിനായിട്ട് മറ്റുള്ളവരുടെ സഹായം തേടുന്ന, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവയെ ആശ്രയിക്കുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഹെട്രോട്രോപ്സ് അഥവാ എന്ത് ഹെട്രോട്രോപ്സ് അഥവാ പരപോഷികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്, ഐ ലവ് യു സാർ. ഓക്കെ. ഷോ, ഐ ലവ് യുനെ കൊണ്ട് ഇപ്പൊ തോറ്റുപോയി, അല്ലേ? താങ്ക് യു. അടുത്ത ടോപ്പിക് ആണ് എന്ത്? സെമി പാരാസൈറ്റ് അഥവാ പാർഷ്യൽ പാരാസൈറ്റ്. എന്താണ്? അർദ്ധപരാഗ സസ്യം സെമി പാരാസൈറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ പാരാസൈറ്റ് എന്നൊക്കെ പറയും. എന്താണ് മക്കളെ? എന്താണ് ഭക്ഷണത്തിന് വേണ്ട ജലവും ലവണവും ഒക്കെ മറ്റുള്ള പ്ലാന്റ്സുകളിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്ലാന്റ്സുകൾ. എന്താണ്? മനസ്സിലായോ? ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോ എന്താണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നമ്മൾ എന്താണ് മറ്റുള്ളവയിൽ നിന്ന് അടിച്ചു മാറ്റും. ഇപ്പൊ ചില വീട്ടുകളിലൊക്കെ ഉണ്ടാവും ഈ കറി വെക്കാൻ എന്താ പറയാ, മുരിങ്ങയില അല്ലെങ്കിൽ വേപ്പിന്റെ ഒക്കെ ചിലപ്പോ നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോ എന്താണ് വീട്ടുകാരൊക്കെ പറയും, മോനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ മുരിങ്ങയുടെ അല്ലെങ്കിൽ ആ ഒരു വേപ്പിന്റെ ഒന്ന് പൊട്ടിച്ചേടാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തെ മതിലിന്റെ അവിടുന്ന് പോയിട്ട് എന്താണ് മുരിങ്ങയുടെ ഇല അല്ലെങ്കിൽ എന്താണ് വേപ്പിന്റെ ഇല നമ്മളൊന്ന് പറിച്ചു വെക്കും, ഇല്ലേ മക്കളെ? അതേപോലെ ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ജലമായാലും ലവണമായാലും ഒക്കെ എന്ത് ചെയ്യാം? മറ്റുള്ള പ്ലാന്റ്സുകളിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്ലാന്റ്സുകളെ പറയുന്ന പേരാണ് എന്ത്? അർദ്ധപരാഗ സസ്യം അഥവാ സെമി പാരാസൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ലൊറാന്തസ്. എന്താണ് ലൊറാന്തസ്, അല്ലെ? അതിന്റെ എക്സാമ്പിൾ ആണ് ലൊറാന്തസ്. മദാർ ഉച്ചിഹ.
ഓക്കെ 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 അല്ലേ, ഓക്കെ അല്ലേ, അല്ലേ? ചെറുതായിട്ടൊരു എന്താ പറയാ, നിങ്ങളുടെ പ്രായമാണ്, ചെറിയ പ്രായമാണ്. പക്ഷെ എന്നാലും ചെറിയ പ്രായത്തിലുള്ള ചെറിയ ചെറിയ വികൃതികളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും, സ്വാഭാവികമാണ്. ചെറിയ ചെറിയ വികൃതികളൊക്കെ വേണം. പക്ഷെ വികൃതി വലുതായാലും ചിലപ്പോൾ അത് പ്രശ്നമായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനങ്ങോട്ട് പറയ്ക്കും, നേരെ പുറത്തേക്ക് കളയും, അല്ലെ? അപ്പൊ അതുപോലെ ഒരാളെ ഒന്ന് പിടിച്ചൊന്ന് പുറത്തേക്ക് കളഞ്ഞതാണ്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, യെസ് യെസ്. സെമി പാരാസൈറ്റ് നമ്മൾ പറഞ്ഞു. അടുത്തതാണ് യെസ്, അടുത്തതാണ് എന്ത്? ടോട്ടൽ പാരാസൈറ്റ്. എന്താണ്? പാരാസൈറ്റ് അഥവാ പൂർണ്ണ പരാഗ സസ്യം. എന്താണ് മക്കളെ പൂർണ്ണ പരാഗ സസ്യത്തിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? പൂർണ്ണ പരാഗത്തിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഏതാണ് പൂർണ്ണ പരാഗത്തിന്റെ എക്സാമ്പിൾ? ഏതാണ് പൂർണ്ണ പരാഗത്തിന്റെ എക്സാമ്പിൾ? പൂർണ്ണ പരാഗത്തിന്റെ എക്സാമ്പിൾ എന്താണ്? യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. കസ്ക്യൂട്ട അല്ലെ, കസ്ക്യൂട്ട അഥവാ മൂടില്ലാത്താളി. എന്താണ് മക്കളെ പൂർണ്ണ പരാഗ സസ്യം എന്ന് പറഞ്ഞാല്? എന്താണ്? ഭക്ഷണം. നമ്മൾ എന്താണ് ഇത്തിൽക്കണ്ണി നമ്മൾ പറഞ്ഞു, എന്താണ്? ഭക്ഷണം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റുക എന്നുള്ളത്. പക്ഷേ ഇത്തിൽക്കണ്ണി മൂടില്ലാത്ത ആളി അഥവാ പൂർണ്ണ പരാഗ സസ്യങ്ങൾ എന്താ ചെയ്യുക? പൂർണ്ണമായി ഭക്ഷണം അടിച്ചു മാറ്റുക. അതായത് വേറൊരു സസ്യം ഉണ്ടാക്കിയ ചെലവും ലവണമൊക്കെ വലിച്ചെടുത്ത് ഫുഡ് ഉണ്ടാക്കുമല്ലോ, ആ ഉണ്ടാക്കിയ ഫുഡിനെ ഡയറക്റ്റ് വെട്ടി വിഴുങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡയറക്റ്റ് അടിച്ചു മാറ്റി വെട്ടി വിഴുങ്ങുന്ന ആൾക്കാർ. അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് എന്ത്? കസ്ക്യൂട്ട അഥവാ മൂടില്ലാത്താളി. മൂടില്ലാത്താളി മാത്രമൊന്നല്ല, ഇങ്ങളൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്, അല്ലെ? വീട്ടില് അമ്മി ഉമ്മി ഉണ്ടാക്കുന്ന ഭക്ഷണം നേരിട്ട് അല്ലെ ഡയറക്റ്റ് വെട്ടി വിഴുങ്ങുന്ന ആൾക്കാർ. അപ്പൊ എന്താണ്? ഇങ്ങളും എന്തിൽ വരും? ഈ ടോട്ടൽ പാരാസൈറ്റിൽ വരുന്ന ആൾക്കാരാണ്, അല്ലെ? ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ചോദിച്ചാൽ അറിയാം, അല്ലെ? വീട്ടിലൊക്കെ ഒന്ന് ഇപ്പൊ നിങ്ങളെല്ലാന്നൊക്കെ പറയും. ഓക്കെ ഓക്കെ അല്ലേ? ബാങ്ക് ബാങ്ക് എന്ത് ബാങ്ക് ബാങ്ക്? യെസ് ഓക്കെ. അടുത്തതാണ് എന്ത്? സാപ്രോഫൈറ്റ്, അല്ലെ? സാപ്രോഫൈറ്റ്. സാപ്രോഫൈറ്റ് എന്താണ്? ശവോപജീവികൾ. എന്താണ് ശവോപജീവികൾ? ഡീകമ്പോസ്ഡ് മാറ്റേഴ്സ്, അല്ലെങ്കിൽ എന്താണ്? ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തി ജീവിക്കുന്ന പ്ലാന്റ്സുകളെ പറയുന്ന പേരാണ് എന്ത്? എന്ത് എന്ത് സാപ്രോഫൈറ്റ് അഥവാ ശവോപജീവികൾ എന്ന് പറയുന്നത്. എന്താണ്? ജീർണിച്ച ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീർണിച്ച്, അല്ലെങ്കിൽ ഒരു ജീവി ചത്ത് അതിങ്ങനെ ഇതായിട്ട് ജീർണിച്ച അവസ്ഥയൊക്കെ കണ്ടിട്ടില്ലേ? അതിൽ നിന്നൊക്കെ എന്താണ്? ഭക്ഷണം കണ്ടെത്തി ജീവിക്കുന്ന പ്ലാന്റ്സുകളെ പറയുന്ന പേരാണ് എന്ത്? സാപ്രോഫൈറ്റ് അഥവാ ശവോപജീവികൾ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഇത്: നിയോട്ടിയ, മോണോട്രോപ്പ, മഷ്റൂം. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് നിയോട്ടിയ, മോണോട്രോപ്പ, മഷ്റൂം ആൻഡ് സാപ്രോഫൈറ്റ്. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ 100% നിങ്ങൾ ഓർത്ത് വെച്ചോളി. എന്തായാലും വരുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് എന്താണ് 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് സാപ്രോഫൈറ്റ് എന്താന്നുള്ളത്? ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തി ജീവിക്കുന്ന, അല്ലെ? ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന്, ഡീകമ്പോസ്ഡ് മാറ്റേഴ്സിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തി ജീവിക്കുന്ന പ്ലാന്റ്സുകളെ പറയുന്ന പേരാണ് എന്ത്? സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നിയോട്ടിയ, മോണോട്രോപ്പ, മഷ്റൂം. ഏതൊക്കെയാണ്? നിയോട്ടിയ, മോണോട്രോപ്പ, മഷ്റൂം. മക്കളെ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എടാ വീണ്ടും വന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒരു തീയിട്ടടാ. ഓക്കെ ആണെങ്കിൽ ഒരു തീയിട്ടോ. തീയിട്ടാൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. കൂടുതൽ തീ വന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാം, കുറച്ച് തീ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, യെസ് യെസ് യെസ്. കുറച്ച് തീയുള്ളൂ, അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ മതി എന്നാണോ? എങ്കിൽ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേടാ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. ആൻസർ പറയൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ? എന്താണ്? ഓപ്ഷൻ പോലും നമുക്ക് എന്താണ്? ഓപ്ഷൻ ഒന്ന് നോക്കിയാല് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഏതാണ്? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കമന്റ് പോരാ. പോരട്ടെ.
കമന്റ് പോരട്ടെ. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. മക്കളെ ഓർപ്പിച്ചോ, നിങ്ങൾ ബയോളജിയിൽ ഫുൾ മാർക്ക് വാങ്ങും. കില്ലാടി പിള്ളേരാണ്. കില്ലാടി എന്ന് പറഞ്ഞാൽ കില്ലാടി പിള്ളേര്. കാരണം സംഭവം ഞാൻ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ആൻസർ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതാണ് എന്താണ് ഏതൊരു കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാമിനും വേണ്ടത് അല്ലെ. ചിലപ്പോ എന്താണ് എല്ലാവർക്കും പഠിപ്പിക്കുമ്പോ എല്ലാം ഓർമ്മ ഉണ്ടാവും, ക്വസ്റ്റ്യൻ വരുമ്പോ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ എന്താണ് കില്ലാടികളാണ്. എന്താണ് അതുകൊണ്ട് തന്നെ എല്ലാം ആൻസർ ചെയ്യുന്നുണ്ട് അല്ലെ. ഏതാണ് മക്കളെ ആൻസർ? എന്താ ചോദിച്ചിട്ടുള്ളത്? പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് അല്ലെ. ഫോട്ടോസിന്തസിസിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അല്ലെ, നോട്ട് എസെൻഷ്യൽ അല്ലെ. ആവശ്യമില്ലാത്തത് ഏത് എന്നുള്ളത്, ജലം, ലവണം ആവശ്യമുണ്ട്. ഏതാണ്? ഹരിതകം ആവശ്യമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമുണ്ട് അല്ലെ. ഏതാണ് ആവശ്യമില്ലാത്തത്? ഏതാണ് ആൻസർ? ഏതാണ്? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഏതാണ്? ഓക്സിജൻ അല്ലെ. നിരഞ്ജനാക്ക് JMUP മേൽമുറി. യെസ് യെസ് യെസ്. ഏതാണ്? ആദിവൈഗ, അതേപോലെ അഞ്ജലി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വെരി ഗുഡ് വെരി ഗുഡ് അല്ലെ. ഏതാണ്? അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. ഇതിന്റെ ആൻസർ വായിക്കാൻ വേണമെങ്കിൽ കുറച്ച് സമയം എടുത്തോളൂ, സമയം എടുത്ത് വായിച്ചോളൂ. പക്ഷെ പെട്ടെന്ന് ആൻസർ പറയണം. സമയം എടുത്താലും പെട്ടെന്ന് ആൻസർ പറയണം അല്ലെ. അധികം സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. അധികം സമയമൊന്നും നിങ്ങൾക്ക് വേണ്ട. എന്താണ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ആൻസർ കിട്ടും ചെയ്യും. കില്ലാടി കുട്ടികളാണ് അല്ലെ. കില്ലാടികൾ. വെരി ഗുഡ് വെരി ഗുഡ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ശവോപജീവികൾ, സാപ്രോഫൈറ്റ് അല്ലെ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ശവോപജീവികളെ കുറിച്ച് ശരിയായ പ്രസ്താവന അല്ലെ. വിച്ച് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. എന്തിനെ കുറിച്ച്? സാപ്രോഫൈറ്റിനെ കുറിച്ചുള്ള ശരിയായത് എന്താണ്? ജലത്തിനും ലവണത്തിനുമായ ആതിഥേയ സസ്യം. ഇത് ശരിയാണോ? അല്ല. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു. ശരിയാണോ? അല്ല. ആഹാരത്തിന് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ആണോ? അല്ല. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? ഡിക്കേഡ് ഓർഗാനിക്, ഡീകമ്പോസ്ഡ് ഓർഗാനിക് അല്ലെ. അഴകിയ വസ്തുക്കളിൽ നിന്ന് ആഹാരം. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. തീ പോരട്ടെ. ശരിയായി പറഞ്ഞവർ മാത്രം തീയിട്ടാ മതി, അല്ലാത്തവർ ആരും തീയിടണ്ട. ഓക്കെ, ശരി ഉത്തരം പറഞ്ഞവർ മാത്രം, അവർക്ക് മാത്രമുള്ളതാണ് തീ അല്ലെ. വെരി ഗുഡിന് പകരമാണ് എന്ത്? നമ്മുടെ തീ അല്ലെ. വെരി ഗുഡ് ഇപ്പൊ എന്താണ് ഔട്ട് ഓഫ് ഫാഷൻ ആയി മാറി. ഇപ്പൊ എന്താണ്? തീയാണ് ട്രെൻഡ് അല്ലെ. യെസ് യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, സെറ്റാണ് അല്ലെ. ഓക്കെ മക്കളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫാറ്റ്സ് എന്നുള്ള ഒരു ഭാഗത്ത് നിന്ന് ഏറെക്കുറെ നമ്മൾ ഒരു ടോപ്പിക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? ശരീരവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് എന്താണ് അടുത്ത ടോപ്പിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ട ഫസ്റ്റ് നിങ്ങൾ എന്താണ് ആദ്യത്തെ നമ്മുടെ ടോപ്പിക് ആണെന്ത്? ടീത്ത് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ടീത്ത് എന്ന് പറയുന്നത്? എന്താണ്? വൺ മോർ ക്വസ്റ്റ്യൻസ് പ്ലീസ്. നോ ക്വസ്റ്റ്യൻസ് ഒന്നൊന്നല്ല, ഒരു 100 ക്വസ്റ്റ്യൻസ് വരാൻ കിടക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും ചെയ്യും. ഓക്കെ, അപ്പോ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാം. പക്ഷെ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഒറ്റ പോയിന്റ് ഉള്ള ഏതാണ്? ഇനാമൽ. ഏതാണ്? ഇനാമൽ. എന്താണ് മക്കളെ ഇനാമൽ? എന്താണ്? എന്താണ് ഇനാമൽ? ഒന്ന് പറഞ്ഞേ. ഇനാമൽ എന്താണ്? എന്താണ് ഇനാമൽ? നമ്മുടെ ബോഡിയിലെ ഹാർഡസ്റ്റ് മെറ്റീരിയൽ അല്ലെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ് എന്ത്? ഇനാമൽ എന്ന് പറയുന്നത് അല്ലെ. നിങ്ങളോട് പറഞ്ഞ് തൊണ്ടൊക്കെ ഒരു വിധാണ്. ഓക്കെ, എന്താണ് നേരിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ മൈക്കെങ്കിലും നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോ അതും പറ്റുന്നില്ലല്ലോ. ഓക്കെ, എന്താണ് ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഏത്? ഇനാമൽ എന്ന് പറയുന്നത്.
പോയിന്റ്, ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചോളി മക്കളെ. 100% അല്ലെങ്കിൽ 110% നിങ്ങൾക്ക് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, then എന്താണ്? വെരി ഗുഡ്. ഔട്ടർ മോസ്റ്റ് ലെയർ എന്താണ്? എന്താണ്? ഉപരിതലത്തിലുള്ള പാളി കൂടിയാണ് എന്ത് 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 ഇനാമൽ, അല്ലെ? ഇനാമൽ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. അടുത്തതായിട്ട് അല്ലെ, നമ്മുടെ പല്ല് ആന്ന് കാണിച്ചാൽ നമുക്ക് ഇതേപോലെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കും? പല്ലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? 7ാം ക്ലാസ് മുന്നേ വരെ ഈ പല്ല് ഓരോന്നിനും ഓരോ പേരുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും അറിയാറുന്നോ? ആർക്കും അറിയില്ല. പക്ഷെ നമ്മുടെ ഓരോ പല്ലിനും എന്താണ്? ഓരോ പേരുകളുണ്ട് അല്ലെ? ആ പേരുകളൊക്കെ എന്താണ്? ഒക്കെ എന്താണ്? നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് നോട്ട് ചെയ്തിട്ട് പോണം. നമ്മുടെ മക്കളെ, നിങ്ങളുടെ വായയിൽ എത്ര പല്ലുണ്ടടാ? നിങ്ങളുടെ വായയിൽ എത്ര പല്ലുണ്ട്? ഒന്ന് എണ്ണി നോക്കിയേ. നിങ്ങളുടെ വായയിൽ എത്ര പല്ലുണ്ട്? നിങ്ങളുടെ വായയിൽ എത്ര പല്ലുണ്ട്? നിങ്ങളുടെ വായയിൽ എത്ര പല്ലുണ്ട്? ഒന്ന് എണ്ണി നോക്കിയേ. 32 പല്ലോ? 28 പല്ലോ? 29, 31, 27, 29? അതെ, പല്ല് പറഞ്ഞു പോയവരൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു ഗ്യാപ്പ് കൂടി നിങ്ങൾ എണ്ണണം കേട്ടോ. നിങ്ങളെ വായയിൽ പറഞ്ഞു പോയത് എത്ര, പറഞ്ഞു പോവാത്ത എത്ര, അതല്ല ഞാൻ ചോദിച്ചത്. ടോട്ടൽ നിങ്ങളെ വായയിൽ എത്ര പല്ലുണ്ടായിരിക്കും എന്നാ ചോദിച്ചത്. എത്രയാണ്? 32ഓ? ആരാണ് ഈ 32 പല്ലുള്ള ആള്? 99 പല്ലോ? ആരാണത്? ഓക്കെ മക്കളെ, നമ്മുടെ ഫ്രണ്ടിലുള്ള അല്ലെ, നിങ്ങള് ഒരു 12, 13 വയസ്സുള്ള കുട്ടികളാണ് അല്ലെ? 12, 13 വയസ്സ് അല്ലെങ്കിൽ പോട്ടെ, ഒരു 14 വയസ്സ് നമുക്കൊന്ന് റൗണ്ട് ആക്കി എടുക്കാം. ഈ ഒരു 12, 13, 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ വായയില് എത്ര പല്ലുണ്ടായിരിക്കും? എത്ര പല്ലുണ്ടായിരിക്കും മക്കളെ? 28 പല്ലാണ് ഉണ്ടാവുക. എത്ര പല്ലാണ്? 28 പല്ലാണ് ഉണ്ടായിരിക്കുക. ഏതൊക്കെയാണ് അല്ലെ? ഇതിൽ എണ്ണി നോക്കിയാൽ നമുക്ക് കാണാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 അല്ലെ? ഈ ആഴത്ത് 14 എണ്ണം ഉണ്ട്, മുകളില് 14 എണ്ണം ഉണ്ട്. 14 × 2 എത്രയാണ്? 14 × 2 എത്രയാണ്? 28. 28 പല്ലാണ് നമുക്ക് ഉണ്ടാവുക അല്ലെ? അല്ലെ? നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള അല്ലെ, ആരെയും കാണുമ്പോഴും നമ്മൾ എന്താണ് ഒന്ന് ചിരിച്ച് കാണിക്കും അല്ലെ? സ്മൈൽ പ്ലീസ്. ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നമ്മുടെ മാസ്റ്റർ പീസ് ആണ് എന്ത്? സ്മൈൽ അല്ലെ? സ്മൈൽ ചെയ്യുമ്പോൾ കാണുന്ന ഫ്രണ്ടിലുള്ള ആ 4 പല്ലുകൾ, 4ഉം 4ഉം 8 പല്ലുകൾ, 8 പല്ലുകൾക്ക് പറയുന്ന പേരാണ് എന്ത് മക്കളെ? എന്ത് മക്കളെ? ആ ഫ്രണ്ടില് കാണുന്ന പല്ലുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഉളിപ്പല്ല് അഥവാ ഇൻസിസർ എന്ന് പറയുന്നത്. എന്താണ്? ഉളിപ്പല്ല് അഥവാ ഇൻസിസർ എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് യക്ഷിപ്പല്ല് കേട്ടിട്ടുണ്ടാവും അല്ലെ? യക്ഷികൾക്കൊക്കെ കുറച്ച് വലുതായിട്ട് ഒന്ന് കാണാം അല്ലെ? ആ പല്ലിന് പറയുന്ന പേരാണ് എന്ത്? കാനൈൻ അഥവാ കൊമ്പല്ല് എന്ന് പറയുന്നത്. ഏതാണ്? കാനൈൻ അഥവാ കൊമ്പല്ല് എന്ന് പറയുന്നത്. ആ യക്ഷിപ്പല്ലിന്റെ തൊട്ടക്കിലുള്ള പല്ലിന് പറയുന്ന പേരാണ് എന്ത്? പ്രീമോളാർ അഥവാ അഗ്രചർവണകം. എന്താണ്? പ്രീമോളാർ അഥവാ അഗ്രചർവണകം എന്ന് പറയുന്നത് അല്ലെ? അതിന്റെയും ബാക്കിലുള്ള പല്ലിന് എന്താ പറയാ? അതിന്റെ ബാക്കിലുള്ള ലാസ്റ്റ് പല്ലിന് പറയുന്ന പേരാണ് എന്ത്? മോളാർ. മോളാർ, മോളാർ അല്ലെ? നിങ്ങൾ ഇതില് നിങ്ങള് പല ആളുകളും പറഞ്ഞു എന്റെ വായിൽ 32 പല്ലുണ്ട്, എന്റെ വായിൽ 29 പല്ലുണ്ട്, 30 പല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലെ? അല്ലെ? നിങ്ങളുടെ വായിൽ എത്ര പല്ലാണുള്ളത്? 28 പല്ലാണുള്ളത്. പക്ഷെ എന്നെ പോലെ അഡൽട്ട് ആയിട്ടുള്ള ഒരാള് അല്ലെ, പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളാണെങ്കിൽ വായിൽ എത്ര പല്ലുണ്ടായിരിക്കും? എത്ര പല്ലുണ്ടായിരിക്കും? എന്റെ വായിൽ എത്ര പല്ലുണ്ടായിരിക്കും? അതെ, എന്റെ വായിലത്തെ പല്ലിന്റെ എണ്ണം കൂട്ടല്ല കേട്ടോ. വെറുതെ വെറുതെ 40, 50 ഒന്നും പറയരുത്. 34ഓ? ഇല്ല, 34 ഒന്നും ഇല്ല. 3000ഓ? 30, യെസ് യെസ്, വെരി ഗുഡ്. 500ഓ? ആരാടത്? ആരാടാ ആരാടാ ആരാടാ? 500 പല്ലൊന്നും ഇല്ല. എന്തത്? വല്ല മുതലേട്ടാണ് 500 പല്ലുണ്ടാവാന്? എന്താണ് മക്കളെ? 32 പല്ലാണ് ഉണ്ടാവുക. എത്ര പല്ലാണ്? 32 പല്ലാണ് ഉണ്ടാവുക. സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ? ഫിലിമിലൊക്കെ അഡൽട്ട് ഡയലോഗ് ആയിട്ട് പറയാറുണ്ട്, അടിച്ച് നിന്റെ 32 പല്ല് കൊഴിക്കും എന്നുള്ളത്. കേട്ടിട്ടില്ലേ മക്കളെ? അത്
ചെറിയ കുട്ടികളോട് പറയാറില്ല, വലിയ ആളുകളോട് മാത്രമാണ് ആ ഡയലോഗ് അടിക്കുക. അടിച്ചെന്റെ 32 പല്ല് കൊഴിക്കുന്നത്. എങ്ങാനും നിങ്ങളോടായിട്ട് ആരെങ്കിലും പറയാണ് അടിച്ചെന്റെ 32 പല്ലാണ് കൊഴിക്കുന്നു പറഞ്ഞ നിങ്ങൾ പറയുക, അയ്യേ എനിക്ക് 32 പല്ലില്ല, എനിക്ക് 28 പല്ലുള്ളൂ എന്ന് പറയുക. അപ്പൊ അവരെന്താവും, ആകെ ചമ്മി പൊക്കോളും അല്ലെ. അല്ലെ മക്കളെ, അല്ലെ മക്കളെ. അപ്പൊ നിങ്ങൾക്ക് എത്ര പല്ലാണ്? 28 പല്ലും. എന്നെ പോലുള്ളവർക്ക് എത്ര പല്ലാണ്? 32 പല്ലാണ് ഉള്ളത്. ഓക്കെ ആണോ? 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 അഞ്ജലി ഓക്കെ, അർജുൻ ഓക്കെ, ആ ഓക്കെ 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 അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? യെസ് യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ആ ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ടോപ്പിക്. യെസ്, വെരി ഗുഡ്, വെരി ഫണ്ടാസ്റ്റിക് ടോപ്പിക് അല്ലെ. നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്കിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലെ മക്കളെ. എന്താന്ന് വെച്ചാല് 7:50 നമ്മുടെ സമയം. എന്താണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാല്? നന്നായിട്ട് വിശന്നിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ. വിശന്നിരിക്കുമ്പോൾ പറയാൻ പറ്റിയ ബെസ്റ്റ് ടോപ്പിക്കാണ് എന്ത്? എന്ത്? ഡൈജസ്റ്റീവ് സിസ്റ്റം അഥവാ ദഹന വ്യവസ്ഥ. എന്താണ് ദഹന വ്യവസ്ഥ അഥവാ ഡൈജസ്റ്റീവ് സിസ്റ്റം? എന്താണ് മക്കളെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാല്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്ന ഒരു വ്യവസ്ഥ, ദഹിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെ മക്കളെ. വിശക്കുന്നുണ്ടോ? 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 വിശക്കുന്നുണ്ടോ ആർക്കെങ്കിലും? ആ ഉണ്ട് ഉണ്ട് അല്ലെ, ഉണ്ട്. അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം പറഞ്ഞേടാ. ഇപ്പൊ കിട്ടിയാല് ഒരു ചെമ്പ് നിറച്ച് കഴിക്കും എന്ന് തോന്നുന്ന ഒരു ഭക്ഷണം പറഞ്ഞ്. ഇപ്പോഴത്തെ കിട്ടിയാല് ഒരു ചെമ്പ് കഴിക്കും. മന്തി, പൊറാട്ട, ബിരിയാണി, കബ്സ, ചിക്കൻ ബിരിയാണി, കോഴി, കോഴിയാണോ? അൽഫാം, സദ്യ. ഓ, ആരാണ് ഈ വെജിറ്റേറിയൻ? സദ്യ. കുഴിമന്തി, മന്തി, സദ്യ, KFC, ദോശ. ഓഫ്, എന്താ ശ്രീഹരിയെ പഞ്ച് കളയല്ലേ. ബിരിയാണി, ചോറേന്നോ? ചോരയോ? എന്താണ് ഡ്രാക്കുളെ പച്ചച്ചോറ കുടിക്കാൻ? ബ്രോസ്റ്റ്, ബിരിയാണി, മന്തി, പെരി പെരി ചിക്കൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോ ഒരു അൽഫാം മന്തി തരികയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാനൊരു പ്ലേറ്റിൽ, ഒരു പാത്രത്തില് അൽഫാം മന്തി അങ്ങോട്ട് തരികയാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? അൽഫാമിന്റെ പൊട്ട് പൊട്ടിക്കും. എന്നിട്ട് എന്താണ്, മയോണൈസിൽ കുറച്ചൊന്ന് എന്താണ് ടച്ച് ചെയ്യും, സോസിൽ ഒന്ന് ലേശം ടച്ച് ചെയ്യും, കുറച്ച് റൈസും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മിക്സ് ചെയ്തിട്ട് നേരെ എവിടേക്ക് പോവും? നേരെ വായയിൽ വെള്ളം വന്നോ? എന്നാ വെള്ളം ഇറക്കിയിട്ട് നേരെ എവിടേക്ക് പോവും? നേരെ വായയിലേക്ക് അങ്ങോട്ട് വെക്കും അല്ലെ. നേരെ 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 എവിടേക്ക് വെക്കും? നേരെ വായയിലേക്ക് അങ്ങോട്ട് വെക്കും അല്ലേ. അല്ലേ? കൊതിപ്പിക്കല്ലേ സാറേ. നല്ല കൊതി, നല്ല വായയിലൊക്കെ വെള്ളം വന്നോ? വന്ന വെള്ളം കണ്ട് ഇറക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പോ നമ്മുടെ വായയിൽ എന്തുണ്ട് മക്കളെ? അൽഫാം മന്തി ഉണ്ട് അല്ലെ. നമ്മുടെ വായയിൽ എന്തുണ്ട്? അൽഫാം മന്തി ഉണ്ട്. നമ്മുടെ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആ ഒരു പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. നമ്മള് അൽഫാം മന്തി എന്ത് ചെയ്തു? ആദ്യം എവിടെ പോയി? വായയിൽ പോയി അല്ലെ. അൽഫാം മന്തി എവിടെ പോയി? വായയിൽ പോയി. വായേന്ന് നേരെ എവിടേക്ക് പോകുന്നു? വായേന്ന് നേരെ ഈസോഫേഗസ് അല്ലെ. ഈ ഒരു കുഴല് പോലുള്ള ഒരു സാധനമാണ് എന്ത്? ഈസോഫേഗസ് അഥവാ അന്നനാളം എന്ന് പറയുന്നത് അല്ലെ. വായ, മൗത്തിന് നേരെ അന്നനാളം, ഈസോഫേഗസിലൂടെ നേരെ എവിടെ പോകുന്നു? സ്റ്റൊമക്കിൽ പോകുന്നു. സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ എവിടേക്ക് പോകുന്നു? സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ എവിടേക്ക് പോകുന്നു? ആരാണത്? സ്റ്റൊമക്കിൽ എത്തി എവിടെ പോകുന്നു? സ്മോൾ ഇൻഡസ്ട്രിയിൽ പോകുന്നു. സ്മോൾ ഇൻഡസ്ട്രിയിൽ എത്തിയ പിന്നെ എവിടെ പോകുന്നു? ലാർജ് ഇൻഡസ്ട്രിയിൽ പോകുന്നു. പിന്നെ എവിടെ പോകുന്നു? അറിയാലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതാണ് എന്ത്? നമ്മുടെ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് അല്ലേ. യെസ് യെസ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആരും തന്നെ പബ്ലിക് ആക്കണ്ട. വേണ്ട 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 വേണ്ട.
അപ്പൊ എന്താണ് നമ്മുടെ വായയിൽ എന്തുണ്ട്? നമ്മുടെ വായയിൽ എന്തുണ്ട്? അൽഫാം മന്തി ഉണ്ട്. നമ്മുടെ വായയിൽ എന്തുണ്ട്? അൽഫാം മന്തി ഉണ്ട് അല്ലെ? നമ്മുടെ അൽഫാം മന്തി ആദ്യം വായിലെത്തി എന്ന് പറഞ്ഞല്ലോ. വായിലെത്തിയാൽ ഒന്ന് രണ്ട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ട് പഠിച്ചു വെക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് വായയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ദഹനം ആരംഭിക്കുന്നത്, ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? മൗത്തിൽ വെച്ചിട്ടാണ്. എന്താണ് ദഹനം, ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? മൗത്തിൽ വെച്ചിട്ടാണ്. പോലെ മറ്റൊരു കാര്യം കൂടി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നജമാണ് അല്ലെ? സ്റ്റാർച്ച് ആണ്. ഈ അന്നജം ഒരു ഡാഷുമായിട്ട് കൂടിച്ചേരുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്? മാൾട്ടോസ് ആയിട്ട് മാറുന്നുണ്ട്. എന്താണ്? അന്നജം ഡാഷുമായി കൂടിച്ചേർന്നിട്ട്, അതായത് നമ്മൾ കഴിച്ച അൽഫാം മന്തി വേറെ സാധനവുമായി കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? മാൾട്ടോസ് ആയിട്ട് മാറുന്നുണ്ട്. എന്താണ് മക്കളെ ആ ഒരു സാധനം? എന്താണ്? സലൈവ. സലൈവ ചോദിച്ചാല് സലൈവയാണ്, ശരിയാണ്. പക്ഷെ സലൈവയുടെ ഉള്ളിലുള്ള ഒരു സാധനമാണ്. അതിന് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയണം. സലൈവയിൽ പെടുന്നതാണ്. സലൈവയിൽ എന്താണ്? ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലെ? ഒരു സാധനവുമായി കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? യെസ് യെസ്, വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? വിശിഷ്ട വെരി ഗുഡ് മക്കളെ, വെരി ഗുഡ്. യെസ്, എന്താണ് മക്കളെ? യെസ് യെസ് യെസ്, എന്താണ്? അതേപോലെ ആരാ പറഞ്ഞത്? അനു പറഞ്ഞിട്ടുണ്ട്, അതേപോലെ വേദ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഐമി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതാണ്? പിന്നെ ആരാ പറഞ്ഞിട്ടുള്ളത്? യെസ് യെസ്, ആതിര പറഞ്ഞിട്ടുണ്ട്. എന്താണ് മക്കളെ? ടയലിൻ അല്ലെ? എന്താണ്? ടയലിൻ. എന്താണ്? എന്താണ്? ടയലിൻ അല്ലെ? ടയലിൻ. യെസ്. എന്താണ്? അന്നജം ടയലിനുമായി കൂടിച്ചേർന്ന്, അന്നജം ടയലിനുമായി കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? മാൾട്ടോസ് ആയിട്ട് മാറുന്നുണ്ട്. ഈ അന്നജം അഥവാ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാല്, സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പറയുന്ന പേരാണ് എന്ത്? അന്നജം. നമ്മളിപ്പോ കഴിച്ച എന്താണ്? മന്തി അല്ലെ? ഈ അൽഫാം മന്തിയാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? അന്നജം അല്ലെ? ഈ അന്നജം നമ്മുടെ വായയിലുള്ള ഉമിനീര് അഥവാ സലൈവയിൽ വരുന്ന ഒന്നാണ് എന്ത്? ഈ ടയലിൻ എന്ന് പറയുന്നത്. ഈ ടയലിനുമായി കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു മക്കളെ? മാൾട്ടോസ് ആയിട്ട് മാറുന്നു. മക്കളെ 200%, 200% പോട്ടെ, 1000%, 1000% നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എഴുതി വെച്ചോ, എഴുതി വെച്ചോ. 100% അല്ല, 200% അല്ല, 1000% എന്താണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഉണ്ടായിരിക്കും. പഠിച്ചു വെച്ചോളി, പഠിച്ചു വെച്ചോളി, പഠിച്ചു വെച്ചോളി. ഇതേപോലെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ എന്താണ്? അതേപോലെ എന്താണ് വന്നിട്ടുണ്ട്, അതേപോലെ വന്നിട്ടുണ്ട്. മക്കളെ ഞാൻ ഒന്ന് മാറി നിൽക്കണോ എഴുതാന്? എന്താണ്? അന്നജം ടയലിനുമായി കൂടി ചേർന്നിട്ട് മാൾട്ടോസ് ആയിട്ട് മാറുന്നു അല്ലെ? 2 പോയിന്റ് നമ്മൾ മൗത്തിൽ പഠിച്ചു. ഒന്നെന്താണ്? നമ്മുടെ ദഹനം, ഡൈജഷൻ ആരംഭിക്കുന്നത് എവിടെയാണ്? മൗത്തിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അതേപോലെ എന്താണ്? അന്നജം മാൾട്ടോസ് ആയിട്ട് മാറുന്നു. എന്തുമായി കൂടി ചേർന്നിട്ട്? ടയലിനുമായി കൂടി ചേർന്നിട്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു തീയിട്ടേടാ. ഓക്കെ ആണെങ്കിൽ ഒരു തീയിട്ടെ. ഓക്കെ ആണെങ്കിൽ തീയിട്ടോ. ഓക്കെ ആണെങ്കിൽ തീയിട്ടോ. പ്ലീസ് മൂവ്, പ്ലീസ് മൂവ്. ഓക്കെ, പ്ലീസ് മൂവ്. വേണമെങ്കിൽ താന്നിരിക്കണോ? ഓക്കെ ആണോ? ഓക്കെ. നോ. ഓക്കെ, ഓക്കെ അല്ലേ? ആ, തീ 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 തീ. ഓക്കെ. ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്? ഈസോഫേഗസ് അഥവാ അന്നനാളം അല്ലെ? അന്നനാളം, അന്നനാളം. എന്താണ് ഈസോഫേഗസ് അഥവാ? ാണ് കേട്ടോ. ഈസോഫേഗസ് അല്ലെ? ഈസോഫേഗസിൽ നമ്മൾ പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതൊന്നും നോക്കുന്നു വേണ്ട, അതൊക്കെ നമ്മൾ അവിടെ എടുക്കട്ടെ. പക്ഷെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. എന്താണ്? ഈസോഫേഗസിൽ സംഭവം നടക്കുന്നത് കൊണ്ടാണ് എന്ത്?
കഴിച്ച അൽഫാം മന്തി എവിടെ എത്തുന്നത്? ഏത് ആമാശയം അഥവാ സ്റ്റൊമക്കിൽ എത്തുന്നത് അല്ലെ? നമ്മൾ കഴിച്ച അൽഫാം മന്തി ഈസോഫേഗസ് വഴി ആമാശയം അഥവാ സ്റ്റൊമക്കിൽ എത്തണമെങ്കിൽ ഈ ഈസോഫേഗസിൽ ഒരു സാധനം നടക്കുന്നുണ്ട്. സാധനത്തിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? എന്താണ് അതിന് പറയുന്ന പേര്? പെരിസ്റ്റാൾസിസ്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ്? പെരിസ്റ്റാൾസിസ് അല്ലെ? എന്താണ്? പെരിസ്റ്റാൾസിസ് അല്ലെ? ആണ് മക്കളെ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാല്. എന്താണ് പെരിസ്റ്റാൾസിസ്? എന്താണ് പെരിസ്റ്റാൾസിസ്? എന്താണ് പെരിസ്റ്റാൾസിസ്? നമ്മുടെ സമയം 8:15 അല്ലേ? 8:15 കേട്ടോ സമയം. 8:15, 7:15 നമ്മൾ തുടങ്ങിയത്. 8:15 വരെ സമയമുണ്ട്. 8:15 വരെ എടുക്കണ്ടേ മക്കളെ? 8 മണിക്ക് നിർത്തണോ 8:15 വരെ വേണോ? നിങ്ങൾ പറഞ്ഞോ, നമ്മൾ തീരുമാനിക്കാം. 8 മണി വേണോ 8:15 വേണോ? 8 വേണോ 8:15 വേണോ? 8:30യോ? 8:30 ഒന്നുമില്ല, 8:15. 8:15 വരെ. ഓക്കെ, 8:15. ഭൂരിഭാഗം ആളുകൾ 8:15 പറഞ്ഞിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും ക്ലാസ് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് അടിച്ച് പൊക്കോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. റെക്കോർഡ് ക്ലാസ് നിങ്ങൾ കണ്ടോ? ഓക്കെ. ഇപ്പൊ എന്താണ്? ഓക്കെ, 9 മണി വരെയോ? എന്തൊരു സ്നേഹം, എന്തോ ഇഷ്ടമാണ് കുട്ടികൾക്ക് ജിഷ്ണു സാറിന് അല്ലെ? ഓക്കെ മക്കളെ, ഇപ്പൊ എന്താണ് ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാല്? എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്താണ്? വേവ് ലൈക്ക് മൂവ്മെന്റ് അല്ലെ? വേവ് ലൈക്ക് മൂവ്മെന്റ് അഥവാ എന്താണ്? രൂപത്തിലുള്ള ചലനം എന്നൊക്കെ പറയും. എന്താണ് മക്കളെ ഈ തരംഗ രൂപത്തില്? വേവ് ലൈക്ക് എന്നൊക്കെ കേട്ടാല് വേവ്, തിരമാല, കടല്, കടപ്പുറം, ബീച്ച്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊന്നല്ല എന്ത് വേവ് ലൈക്ക് മൂവ്മെന്റ്. എന്താണ് മക്കളെ? നമ്മുടെ മുന്നിൽ എന്തുണ്ട്? അൽഫാം മന്തി ഉണ്ട്, അൽഫാം ഉണ്ട്, മയോണൈസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്, മന്തി റൈസ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ വായയിൽ എന്തുണ്ടായിരിക്കും? എന്താണ്? സലൈവയും കൂടി വന്നിട്ടുണ്ടായിരിക്കും അല്ലെ? എല്ലാവരും വായയിൽ കുറച്ച് ഉമിനീരെടുത്തേടാ. എല്ലാവരും സലൈവ എടുത്ത വായയില് സലൈവ മാത്രം എടുക്കാൻ പാടുള്ളൂ, പച്ചവെള്ളം ഒന്നും എടുക്കരുത്. ഓക്കെ, എല്ലാരും കുറച്ച് ഉമിനീരെടുത്ത വായയിൽ കുറച്ച് ഉമിനീരെടുത്ത് എടുത്തോ. എടുത്തിട്ട് ഈ ഒരു കൈ ഇവിടെ ഒന്ന് വെച്ച് നോക്കിയേ. എല്ലാവരും ഈ കൈ ഒന്ന് ഇവിടെ വെച്ച് നോക്കിയേ. ഇവിടെ വെച്ച് എന്നിട്ട് ആ ഉമിനീരൊന്നിട്ട് ഇറക്കി നോക്കിയേ. ഒരു സാധനം ഓടിക്കളിക്കണ കാണാണ്ടോ? ഓടിക്കളിക്കുന്നതാണ് എന്ത്? അതിന് പറയുന്ന പേരാണ് എന്ത്? പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഈ സംഭവം ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് എന്ത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എവിടേക്ക് എത്തുന്നത്? ഈ ഈസോഫേഗസ് അഥവാ അന്നനാളം വഴി എവിടെ എത്തുന്നത്? ആമാശയത്തിൽ എത്തുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തീയിട്ടോ. ഓക്കെ ആണെങ്കിൽ തീയിട്ടോ. ഓക്കെ ആണെങ്കിൽ തീയിട്ടോ. യെസ് 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 യെസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് സ്റ്റൊമക്ക്. സ്റ്റൊമക്കില് നമ്മൾ അത്ര പ്രധാനമായിട്ടൊന്നും നോട്ട് ചെയ്യേണ്ടതില്ല. സ്റ്റൊമക്കിൽ എന്താണ്? നമ്മൾ എന്ത് കഴിച്ചാലും, അൽഫാം മന്തി കഴിച്ചാലും, ചിക്കൻ 65 കഴിച്ചാലും, ബിരിയാണി കഴിച്ചാലും, KFC കഴിച്ചാലും, ബ്രോസ്റ്റ് കഴിച്ചാലും, ഇനിയിപ്പോ സദ്യ കഴിച്ചാലും അല്ലെ? കുറെ ആളുകൾ സദ്യ ഒക്കെ പറഞ്ഞിരുന്നു. ഈ സദ്യ കഴിച്ചാലും എന്താണ്? ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാല് സ്റ്റൊമക്കിൽ ഒരു ഗ്രൈൻഡർ ഉണ്ട്. ഈ ഗ്രൈൻഡർ എന്ത് ചെയ്യും? ഇതിനെ നേരെ ഇങ്ങനെ അരച്ച് എന്താക്കും? ഒരു പേസ്റ്റ് രൂപത്തിലാക്കും അല്ലെ? ഒരു പേസ്റ്റ് രൂപത്തിലാക്കും. ഈ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നേരെ എങ്ങോട്ട് തള്ളിക്കൊടുക്കും? നേരെ എവിടേക്ക് തള്ളിക്കൊടുക്കും? നേരെ എവിടേക്ക് തള്ളിക്കൊടുക്കും? നേരെ എങ്ങോട്ടാണ്? സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കും അല്ലെ? നേരെ എന്തായി ചെയ്യും? സ്റ്റൊമക്കിൽ നിന്ന് നേരെ സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കും അല്ലെ? സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് നേരെ അങ്ങോട്ട് കൊടുക്കും അല്ലെ? സ്മോൾ ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്താണ്? 1-2 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന് ഫസ്റ്റ് വൺ ആണ് എന്ത്? അബ്സോർബ് ന്യൂട്രിയൻസ്. എന്താണ്? അബ്സോർബ് ന്യൂട്രിയൻസ്. എന്താണ്? നമ്മൾ കഴിച്ച അൽഫാം മന്തിയിലെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്, പോഷക ഘടകങ്ങൾ, ന്യൂട്രിയൻസ് അഥവാ പോഷക ഘടകങ്ങൾ, പോഷക ഘടകങ്ങൾ അല്ലെ? പോഷക ഘടകങ്ങള് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? എവിടെ വെച്ചിട്ടാണ്?
സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ്. സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ കഴിച്ച അൽഫാം മന്തിയിലെ പോഷക ഘടകങ്ങൾ അഥവാ ന്യൂട്രിയൻസ് നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്, നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? എവിടെ വെച്ചിട്ടാണ്? സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. 150% ചോദിക്കും. 150%. 150% മുതൽ 200% വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്ത് വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. അതേപോലെ തന്നെ നമ്മള് ദഹനം ആരംഭിച്ചത് എവിടെയെന്ന് പറഞ്ഞു? ദഹനം ആരംഭിച്ചത് എവിടെയാ മക്കളെ? ദഹനം ആരംഭിച്ചത് എവിടെയാണ്? ദഹനം ആരംഭിച്ചത് എവിടെയാണ്? ദഹനം ആരംഭിച്ചത് എവിടെയാണ്? വെരി ഗുഡ്, മൗത്തിലാണ്. ദഹനം ആരംഭിച്ചത് മൗത്തിലാണ്. പക്ഷെ ദഹനം അവസാനിക്കുന്നത് എവിടെയാണ് മക്കളെ? ദഹനം അവസാനിക്കുന്നത് തുടങ്ങി അവസാനിക്കുന്നത് എവിടെയാണ്? ദഹനം അവസാനിക്കുന്നത് എവിടെയാണ്? വെരി ഗുഡ്, വെരി ഗുഡ്. ആരാണ്? ഷഫ്ന, ഷഫ്ന വെരി ഗുഡ്. അഞ്ജലി വെരി ഗുഡ്. അഭിനന്ദ് വെരി ഗുഡ്. യെസ് യെസ് യെസ്. എന്താണ്? എവിടെ വെച്ചിട്ടാണ്? സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ദഹനം പൂർത്തിയാവുന്നത്, ദഹനം അവസാനിക്കുന്നത്. ദഹനം ആരംഭിക്കുന്നത് മൗത്തിൽ നിന്ന്, ദഹനം അവസാനിക്കുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്, സ്മോൾ ഇൻഡസ്ട്രി അഥവാ ചെറുകുടൽ, സ്മോൾ ഇൻഡസ്ട്രി അഥവാ ചെറുകുടൽ, ചെറുകുടൽ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ അല്ലേ? സംശയമൊന്നും ആർക്കും ഇല്ലല്ലോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ ആണോ? ഇനി സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് നേരെ എവിടേക്ക് പോകുന്നു? നേരെ എവിടേക്ക് പോകുന്നു? നേരെ എവിടേക്ക് പോകുന്നു? ലാർജ് ഇൻഡസ്ട്രി അഥവാ വൻകുടലിലേക്ക് പോകുന്നു. എവിടേക്കാണ്? വൻകുടലിലേക്ക് പോകുന്നു. ലാർജ് ഇൻഡസ്ട്രി അഥവാ വൻകുടൽ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അബ്സോർബ് വാട്ടർ കണ്ടെയ്നിങ് മിനറൽസ് ആൻഡ് സാൾട്ട്. എന്താണ്? ധാതു ലവണങ്ങൾ അല്ലെ? മിനറൽസും സാൾട്ട്, ധാതുക്കളും ലവണങ്ങളും ഒക്കെ അല്ലെ? ലവണങ്ങൾ എവിടേക്ക് പോകുന്നു? നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണങ്ങൾ അല്ലെ? നമ്മൾ അൽഫാം മന്തി കഴിച്ചു, പേസ്റ്റ് രൂപത്തിലായി, സ്മോൾ ഇൻഡസ്ട്രിയിൽ എത്തി, അവിടുന്ന് നേരെ ലാർജ് ഇൻഡസ്ട്രിയിൽ എത്തി. അപ്പൊ എന്താണ്? വീണ്ടും വെള്ളം രൂപം അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിൽ എത്തും. നമ്മുടെ എന്താണ്? ആ ഭക്ഷണത്തിലുള്ള ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ജലം അടങ്ങിയിരിക്കുന്ന ലവണങ്ങള് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് അല്ലെ? ലവണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? എവിടെ വെച്ചിട്ടാണ്? വൻകുടലിൽ വെച്ചിട്ടാണ് അല്ലെ? വൻകുടലിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അല്ലെ? അല്ലെ മക്കളെ? ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? മൗത്ത് പറഞ്ഞു. മൗത്തിൽ എന്ത് സംഭവിക്കുന്നു? ദഹനം ആരംഭിക്കുന്നു അല്ലെ? ആദ്യം നമ്മൾ മൗത്ത് പറഞ്ഞു, അവിടെ നമ്മൾ അൽഫാം മന്തി കഴിക്കുന്നു, നമ്മുടെ ദഹനം ആരംഭിക്കുന്നു. ഒരൊറ്റ സ്ട്രെച്ചിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. യെസ് 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 യെസ്. എന്താണ്? ദഹനം ആരംഭിക്കുന്നത് മൗത്തിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈസോഫേഗസ് അഥവാ എന്താണ്? അന്നനാളത്തിലൂടെ നമ്മളെ ഭക്ഷണം പോയിട്ട് എന്താണ്? അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ പെരിസ്റ്റാൾസിസ് സംഭവിക്കുന്നു അല്ലെ? പെരിസ്റ്റാൾസിസ് സംഭവിച്ചിട്ട് എന്താണ്? നമ്മുടെ ഭക്ഷണം നേരെ എവിടേക്ക് പോകുന്നു? എന്താണ് പെരിസ്റ്റാൾസിസ്? വേവ് ലൈക്ക് മൂവ്മെന്റ്, തരംഗ രൂപത്തിലുള്ള ചലനം അല്ലെ? അതുമൂലം ഭക്ഷണം എവിടെ പോകുന്നു? സ്റ്റൊമക് അഥവാ ആമാശയത്തിലേക്ക് എത്തുന്നു അല്ലെ? ആമാശയത്തിലേക്ക് എത്തുന്നു. ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ എന്ത് സംഭവിക്കുന്നു? ആ ഗ്രെയിൻ പ്ലേറ്റ് എന്ത് ചെയ്യുന്നു? അതിങ്ങനെ അരച്ചിട്ട് എന്താണ്? പേസ്റ്റ് രൂപത്തിലാവുന്നു. പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നേരെ അങ്ങോട്ട് വിടുന്നു, സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് തള്ളി വിടുന്നു. സ്മോൾ ഇൻഡസ്ട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അവിടെ എന്താണ്? പോഷക ഘടകങ്ങൾ അല്ലെ? ന്യൂട്രിയൻസ് നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? എവിടെ വെച്ചിട്ടാണ്? സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ്. അതുകൂടാതെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് ആണ് ദഹനം അവസാനിക്കുന്നത്. ദഹനം ആരംഭിക്കുന്നത് മൗത്താന്ന് പറഞ്ഞു. ദഹനം അവസാനിക്കുന്നത് എവിടെയാണ് മക്കളെ? എവിടെയാണ്? സ്മോൾ ഇൻഡസ്ട്രിയിലാണ്, ചെറുകുടൽ. സ്മോൾ ഇൻഡസ്ട്രി അഥവാ ചെറുകുടലിലാണ്. ഒന്നുകൂടി പറയണോ?
ഒന്നുകൂടി പറയണോ? ആർക്കാണ് ഒന്നുകൂടി പറയേണ്ടത്? അനുഷ സുനിൽ. ഓ പറയാട്ടോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ആദ്യം എവിടെയാണ്? വായയിലാണ്. വായയിൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട്, അതിപ്പോ അൽഫാം മന്തി ആണെങ്കിലും എന്താണെങ്കിലും, നമ്മൾ എത്ര ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ചവച്ചരയ്ക്കും അല്ലെ? നന്നായിട്ട് ചവച്ചങ്ങട് അരയ്ക്കും നമ്മൾ അല്ലെ? അങ്ങനെ അരയ്ക്കുന്ന ഭക്ഷണം അങ്ങനെ നമ്മൾ എവിടെ വെച്ചിട്ടാണ് അരയ്ക്കുന്നത്? വായയിൽ വെച്ചിട്ടാണ് അരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വായയിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ വളരെ important ആയിട്ടൊരു ഒരു point കൂടി ഉണ്ട്. എന്താണ്? അന്നജം അഥവാ സ്റ്റാർച്ച് അല്ലെ? സ്റ്റാർച്ച് അയലിനുമായി കൂടിച്ചേർന്ന് സ്റ്റാർച്ച് അയലിനുമായി കൂടിച്ചേർന്നിട്ട് മാൾട്ടോസ് ആയിട്ട് മാറുന്നതും എവിടെ വെച്ചിട്ടാണ്? വായയിൽ വെച്ചിട്ടാണ്. ഏതൊക്കെയാണ്? നമ്മുടെ ദഹനം ആരംഭിക്കുന്നു, അന്നജം അഥവാ സ്റ്റാർച്ച് ടൈലിനുമായി കൂടിച്ചേർന്നിട്ട് മാൾട്ടോസ് ആയിട്ട് മാറുന്നതും വായയിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞാൽ എന്താണ്? ഈസോഫേഗസ് അഥവാ എന്താണ്? അന്നനാളം അല്ലെ? അന്നനാളം പറഞ്ഞ ഈ പൈപ്പ് പോലെയുള്ളതാണ് എന്ത്? അന്നനാളം എന്ന് പറയുന്നത്. ആ അന്നനാളത്തിലേക്ക് ഭക്ഷണം വരുമ്പോ ആ അന്നനാളത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഷേക്ക് അല്ലെ? ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ഉണ്ടാവുന്നു. ആ വേവ് ലൈക്ക് മൂവ്മെന്റിന് പറയുന്ന പേരാണ് എന്ത്? പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഈ പെരിസ്റ്റാൾസിസ് മൂലമാണ് എന്ത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എവിടെ എത്തുന്നത്? വയറ്റിലേക്ക് എത്തുന്നത് അല്ലെ? ആമാശയത്തിലേക്ക് എത്തുന്നത് അല്ലെ? ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? നേരെ സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് കടത്തിവിടുന്നു. സ്മോൾ ഇൻഡസ്ട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ന്യൂട്രിയൻസ്, പോഷക ഘടകങ്ങൾ അല്ലെ? പോഷക ഘടകങ്ങൾ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ്. അതുകൂടാതെ എന്താണ്? ദഹനം അവസാനിക്കുന്നതും എവിടെയാണ്? സ്മോൾ ഇൻഡസ്ട്രിയിലാണ്. ലാസ്റ്റ് വൺ ആണ് എന്ത്? ലാർജ് ഇൻഡസ്ട്രി. വാട്ടർ കണ്ടെയ്നിങ് മിനറൽസ് ആൻഡ് സാൾട്ട്. എന്താണ്? ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണങ്ങളും അല്ലെ? മിനറൽസും ലവണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? വൻകുടലിൽ അഥവാ ലാർജ് ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ്. മക്കളെ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തീയറ. ഓക്കെ ആണോ? ഓക്കെ. സാറിന്റെ നെയിം, എന്റെ പേര് ജിഷ്ണു. JISHNU ജിഷ്ണു OC എന്നാണ് എന്റെ പേര്. എല്ലാവരും എന്നെ OC സാർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, OC സാർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ ആണോ? യെസ് ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ഓക്കെ യെസ് OC ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേടാ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ പറഞ്ഞേ. OC സാർ. ഓക്കെ പറഞ്ഞോ. ആൻസർ പറയൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്? പല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടിയിട്ട് നമ്മൾ എന്താണ്? ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ പറയണം. ഏതാണ്? യെസ് വെരി ഗുഡ്. ഏതാണ് ആൻസർ? ലാർജ് ഇൻഡസ്ട്രീന് അഥവാ വൻകുടൽ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ലവണം അടങ്ങിയിരിക്കുന്ന ജലം അല്ലെ? ലവണം അടങ്ങിയിരിക്കുന്ന ജലം അഥവാ എന്താണ്? വാട്ടർ കണ്ടെയ്നിങ് മിനറൽസ് എവിടേക്ക്? നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാന്നാ പറഞ്ഞത്? ലാർജ് ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ്, വൻകുടലിൽ വെച്ചിട്ടാണ്. കഴിഞ്ഞു 2 മിനിറ്റിനുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കും. ഇത് ലവണം അടങ്ങിയിരിക്കുന്ന ജലം എന്ന് പറഞ്ഞു. ഇതിന് പകരം എന്താണ്? പോഷക ഘടകങ്ങൾ അഥവാ ന്യൂട്രിയൻസ് എന്നാണെങ്കിൽ എന്താണ് ആൻസർ? ടൈപ്പ് ചെയ്തോ. എന്താണ്? വെരി ഗുഡ്. ആരാ പറഞ്ഞത്? വെരി ഗുഡ്. യെസ് ഫാത്തിമ നസ്വ. ഒരു ക്വസ്റ്റ്യൻ അല്ല, ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നമ്മൾ 3-4 ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്.
ഏതാണ്? വെരി ഗുഡ്, വെരി ഗുഡ്. ഏതാണ്? ഏതാണ്? രണ്ടാമത്തെ സ്മോൾ ഇൻഡസ്ട്രീൻ ആണ് ആൻസർ ആയിട്ട് വരിക, അല്ലെ? സ്മോൾ ഇൻഡസ്ട്രീൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി ഇതിന് പകരം ദഹനം 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 ആരംഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാലോ? ദഹനം ആരംഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാലോ? എവിടെയാണ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മൗത്തിലാണ്, അല്ലെ? എവിടെയാണ്? മൗത്ത്, വായയിലാണ് എന്ത്? ദഹനം ആരംഭിക്കുന്നത്. ഇനി ദഹനം അവസാനിക്കുന്നത് ചോദിച്ചാലോ? ദഹനം അവസാനിക്കുന്നത് എന്ത് ചെയ്യണത് ചോദിച്ചാലോ? ദഹനം അവസാനിക്കുന്നത് ചോദിച്ചാലോ? യെസ്, യെസ്, വെരി ഗുഡ്. സ്മോൾ ഇൻഡസ്ട്രിയൻ, അല്ലെ? സ്മോൾ ഇൻഡസ്ട്രി. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാല് ആ ക്വസ്റ്റ്യനെ തന്നെ എന്താണ് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനും എല്ലാ ഓപ്ഷനും നമുക്ക് ചെയ്ത് നോക്കാനൊക്കെ നിങ്ങൾ എന്താണ് ഒന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ 100 1000% ഉറപ്പാണ് നിങ്ങൾക്ക് USS കിട്ടും. 1000% നിങ്ങൾക്ക് ഉറപ്പാണ് എന്ത്? USS കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കില്ലേ മക്കളെ? ക്ലാസ് മനസ്സിലായോ? ക്ലാസ് മനസ്സിലായോ? ക്ലാസ് മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? സാറ് ഭയങ്കര ഓസിയാണല്ലോ. അപ്പോൾ ഞാൻ ഓസിയൊന്നുമല്ല. ആ ഓക്കെ. ഓക്കെ. ക്ലാസ് മനസ്സിലായോ? ക്ലാസ് മനസ്സിലായോ? ഓക്കെ, ഓക്കെ. ക്ലാസ് മനസ്സിലായെങ്കിൽ ഒരു തീയിട്ട് എല്ലാവരും. ക്ലാസ് മനസ്സിലായെങ്കിൽ ഓസിസാർക്ക് വേണ്ടി ഒരു തീയിടൂ. ഓസിസാർക്ക് വേണ്ടി ഒരു തീയിടൂ. ഓസിസാർക്ക് വേണ്ടി ഒരു തീയിട്ടോ, തീയിട്ടോ. യെസ്, യെസ്, യെസ്. തീ പോരട്ടെ, പോരട്ടെ, പോരട്ടെ. ഓക്കെ മക്കളെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താണ്? ശുഭരാത്രി, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.